നമ്മുടെ വണ്ടിക്ക് അത് കൊള്ളില്ലാത്ത പോലെ സാധനങ്ങളായിട്ടുണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അച്ചാർ ആർമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് പാക്കിംഗ് ആണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് കമന്റ് ഇടാനും മറക്കരുത്. പാക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ ബാഗാണ് പാക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. മെറ്റേണിറ്റി അല്ലേ? അതെ, മെറ്റേണിറ്റി ബാഗ് പാക്കിംഗ് എന്നാണോ പറയുന്നത്, അത് ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് എന്നാണോ പറയുന്നത് അറിയില്ല. എന്തായാലും ആ ഒരു സംഭവമാണ്. അതെ. അപ്പോ ഞങ്ങൾ കുറെ സാധനങ്ങളൊക്കെ ഇവിടെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതായത് എല്ലാ സാധനങ്ങളൊന്നും ഇല്ല, പകുതി സാധനങ്ങൾ ഇതിനകത്ത് ഇല്ല. നമ്മൾ ബാഗുകൾ മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ. നമ്മളിപ്പോ ഒരു 3 ബാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊക്കെ കുറെ സാധനങ്ങളായിട്ടുണ്ട്, പക്ഷെ അതെല്ലാം കാണിക്കാം എന്നൊക്കെ വെച്ചേക്കുന്നതെന്ന്. അതുപോലെ തന്നെ വലിയൊരു ബാഗ്, ഭയങ്കര ഒരു ബാഗ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു 3 ബക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മമ്മി ഇരിക്കുന്നതിനിടയിൽ ഒരു വലിയൊരു സൂട്ട് കേസ്, അത് തന്നെ സാധനം. പിന്നെ കുഞ്ഞുമാവയ്ക്കുള്ള ഒരു ബെഡും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് വരാനുള്ള സാധനങ്ങളാണ് ഒരുപാടുണ്ട്. അപ്പോ നമ്മളിവിടെ വലിയൊരു ലിസ്റ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ മറന്നു പോകില്ല, അതുകൊണ്ട് നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചേക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഇനി ഇതിനകത്തേക്ക് എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കട്ടെ. എന്തൊക്കെയാണ് ഇതിനകത്ത് വെക്കുന്നത്, എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത്, അങ്ങനെയുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും വീഡിയോയിൽ വരാൻ പോകുന്നത്. അപ്പോ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. എല്ലാവർക്കും 5 ദിവസത്തേക്കുള്ള ഡ്രസ്സുകൾ. ഞാന്, മമ്മി, നീ, ആദിക്കുട്ടൻ, ഞങ്ങള് 4 പേരും, പിന്നെ കുഞ്ഞുവാവി. അതെ, അങ്ങോട്ടും ഉണ്ട്. പക്ഷെ കുഞ്ഞുവാവി, അതെ അതെ, കുഞ്ഞുവാവയ്ക്ക് കുഞ്ഞു സൂട്ട് കേസ്. അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് ക്ലോത്ത് ഡയപ്പേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു ടർക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിയത് കേട്ടോ, ഡയപ്പർ മാത്രം. അതെ. പിന്നെ കുഞ്ഞുടുപ്പുകളാണ്. കുഞ്ഞുടുപ്പുകള്, ടവല്, പിന്നെ അവനാണോ പിന്നെ വേണ്ട തൊപ്പി, സോക്സ്, അങ്ങനെയുള്ള കുറെ സാധനങ്ങള്. പിന്നെ പ്രത്യേകം നമ്മള് ഓണക്കി അടിച്ചെടുത്ത കുഞ്ഞി ഡ്രസ് തുണികള്, കുഞ്ഞി തുണികള്. പിന്നെ ഉള്ളത് ടർക്കിയാണ്. ടർക്കി 2 വെള്ള തോർത്ത്, പിന്നെ വെള്ള ടർക്കി. ഓക്കെ. പിന്നെ അല്ലാത്ത കുറെ ടവലുകളുണ്ട് കേട്ടോ, ടർക്കികളുണ്ട്. തുണിയൊക്കെ വെക്കാൻ വേണ്ടി. ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് തണുപ്പൊക്കെ ആയിരിക്കുമല്ലോ. അതെ അതെ. പിന്നെ ഇത് നമ്മുടെ ബെഡിൽ മൂത്രമൊന്നും ആകാതിരിക്കാൻ വേണ്ടി വിരിക്കാൻ വേണ്ടിയിട്ടൊരു ഷീറ്റ്. ഇതും കുറച്ച് ടർക്കികളാണ് പൊതിയാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ ടവലോ, ഈ വെള്ള ടവലും ഒരു വെള്ള തുണിയും ഒക്കെ നമ്മള് ഐസിയുലേക്ക് കൊടുക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ അതിന് വേണ്ടിട്ട് എടുത്തു വെച്ചേക്കുന്നതാണ്. അപ്പൊ അത്രയും സാധനങ്ങളെ കുഞ്ഞുമാവയുടെ ഇപ്പൊ നിലവിലുള്ളൂ അല്ലേ? അപ്പൊ ഇനി എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടോ കുഞ്ഞുമാവയ്ക്ക്? ഇനി പുറകിലൊരു സാധനം കിടക്കുന്നു കുഞ്ഞുമാവയുടെ മെയിൻ സാധനം. അത് നമ്മള് കുഞ്ഞുമാവയുടെ പില്ലോയും ബെഡും പില്ലോയും മറ്റേ നെറ്റൊക്കെ ഉള്ളതാണ് കേട്ടോ. അതിനകത്ത് മൊസ്കിറ്റോ നെറ്റൊക്കെ വരുന്നത്. വലിയതാണ് കേട്ടോ, അത്യാവശ്യം നല്ലതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആദ്യക്കൂട്ടിന് വേണ്ടി മേടിച്ചതാണ്. അതെ. അപ്പൊ ഇത്രയും സാധനം കുഞ്ഞുവാവയ്ക്കുള്ളത്. പിന്നെ വൈപ്സ് ഒക്കെ വേണമെന്നൊക്കെ ഉണ്ടെങ്കിലും നമ്മളത് യൂസ് ചെയ്യുന്നില്ല. നമ്മള് തുണി നനച്ച് തുടയ്ക്കാനൊക്കെ അതായിരിക്കും നല്ലത്. അതല്ലേ, അതായത് കെമിക്കലൊക്കെ അല്ലേ. ഒരു ഷീറ്റും കൂടെ ഉണ്ട്, കുഞ്ഞു ഷീറ്റും കൂടെ ഉണ്ട്. അപ്പൊ ഇത്രയാണ് കുഞ്ഞുവാവയുടെ സാധനങ്ങൾ. ഒന്നുമില്ല, അത്ര സാധനങ്ങൾ മതിയായിരിക്കും അല്ലേ? എന്തെങ്കിലും നമുക്ക് ഇതില് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്തടുന്നതിനൊക്കെ മേടിച്ച് സെറ്റ് ആക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ അറിയത്തില്ല. ഓക്കെ, അറിയാവുന്ന ബാഗ്. ഓക്കെ, ഇനി അടുത്തത് അമ്മയുടെ ബാഗ് സെറ്റ് ചെയ്യാം. അമ്മയുടെ ബാഗിന് പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ട് ഒന്നുമില്ല. നമ്മുടെ ബാഗിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ. അതായത് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം സിബുള്ള ടൈപ്പ് ഡ്രസ്സുകള്, നൈറ്റികള്. സിബുള്ള ടൈപ്പ് നൈറ്റി ആണ് കേട്ടോ. സിബുള്ള നൈറ്റികൾ ഒരു 4-5 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പാവാട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കൈലിമുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യം വന്നാൽ അവര് കൈലിമുണ്ട് വേണമെന്ന് പറഞ്ഞായിരുന്നു. അതായത് വെള്ളത്തുണിയോ എന്തേലും പറഞ്ഞത്. അതെ, അത് അലക്കിയില്ലേ? ഇത് അലക്കി ഉണക്കി പുതിയത് വാങ്ങിയതാണ് നമ്മള്, മേടിച്ചതാണ്. വെള്ളമൊക്കെ പിടിക്കുന്ന ടൈപ്പ്. അങ്ങനത്തെ ഒരു കൈലിമുണ്ടുണ്ട്. പിന്നെ 2 തോർത്തുണ്ടോ? എവിടെ പോയി തോർത്തേ?
അതിന് തോർത്ത് വെച്ചിട്ട് എടുക്കണ്ട, അവിടെ ഇരുന്നോട്ടെ. തോർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നറുകള് എന്ന് പറയുമ്പോ ഫീഡിംഗ് ബ്രായ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെ, പഴയത് കുറച്ചുണ്ടായിരുന്നു. അതൊക്കെ അലക്കി ഉണക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ പാടാണ്, പാട്. പക്ഷെ ഇത് സാധാ പാടാണ്. നമുക്ക് അതല്ല അല്ലേ വേണ്ടത്, കുറച്ചും കൂടെ വലിപ്പമുള്ള മെറ്റേണിറ്റി പാടാണ്. കാരണം ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. പക്ഷെ അത് നമ്മുടെ ഇവിടെ ഒന്നും കിട്ടത്തില്ല, ഹോസ്പിറ്റലിൽ കിട്ടും. ഹോസ്പിറ്റലിൽ നിന്ന് മേടിക്കാനാണ്. പിന്നെ 2 ടവൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എന്തെങ്കിലും പാലൊക്കെ ആയി കഴിഞ്ഞാൽ തുടയ്ക്കാനായിട്ട് ഉണ്ട്. അല്ലാതെ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് നമ്മള് മെറ്റേണിറ്റി പാന്റീസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെ, അത് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് പുക്കിളിന്റെ മുകളിൽ നിൽക്കണം, നിൽക്കുന്ന ടൈപ്പ്. അപ്പൊ അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. കിട്ടത്തില്ലാത്തതുകൊണ്ട് വന്നിട്ടില്ല. വന്നു കഴിയുമ്പോ അതും കൂടി ഇതിലേക്ക് എടുത്ത് വെക്കണം. പിന്നെ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷ് പേസ്റ്റ്, അതെ, അലുക്കുലത്തെ സാധനങ്ങളെല്ലാം ഉണ്ടാവും. ഇതെന്നാ പിന്നെ ഇവിടെ ഒക്കെ ഇരിക്കുന്നത്? മമ്മിയുടെ ഡ്രസ്സും കാര്യങ്ങളും അല്ലേ? ഇനി അതെ, ഇനി പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു 3 പ്ലാസ്റ്റിക് ബക്കറ്റ് ഇതുണ്ട്. ഈ ഒരു വലിയ പെട്ടിയിലേക്ക് സാധനങ്ങൾ അടുക്കാനുള്ളതാണ്. അത് ശരിക്കും അതെ, ഹോസ്പിറ്റലിലത്തെ ബക്കറ്റും കാര്യങ്ങളൊക്കെ ഒരു വൃത്തി മെനയൊന്നും ഉണ്ടാവില്ല, നമുക്കൊരു തൃപ്തി വരത്തില്ല, കാണുള്ളൂ. അതെ, ആദ്യക്കൂട്ടൻ അതിനിടയ്ക്ക് ഓരോ പണി തരും. എക്സ്ട്രാ, കാരണം അവന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടാവും. ഒരു മിനിറ്റ്. അപ്പൊ നമ്മളൊരു 3 ബക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ പോയി മേടിച്ചതല്ലേ. സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടേക്കും ബക്കറ്റ് വേണം. എന്തായാലും മേടിച്ചേക്കാൻ ബക്കറ്റ് എപ്പോഴും ആവശ്യമാണ്. അങ്ങനെ ബക്കറ്റ്. പിന്നെ ഉള്ളത് വലിയ ബാഗാണ്. ആ ബാഗ് കാലിയാണ് കേട്ടോ. ഈ ബാഗ് എന്ന് പറഞ്ഞാൽ ഇച്ചാൻ കുവൈറ്റിൽ തിരിച്ചു അത് 2 യൂസേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങോട്ട് പോയപ്പോ ഒന്ന് കൊണ്ടുപോയി, തിരിച്ച് വന്നപ്പോഴാണ് ഈ സാധനം കൊണ്ടുവരുന്നത്. ഇടയ്ക്ക് വന്നപ്പോഴൊന്നും ഈ സാധനം കൊണ്ടുവരുന്നത്. ഇനിയിപ്പോ ഉണ്ട്, യൂസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ബാഗ് നമ്മള് തുടച്ച് വൃത്തിയാക്കി ഉണക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി വേണ്ടത് മമ്മിയുടെ ഡ്രസ്സുകളാണ്. ഇച്ചിരിയും കൂടെ ഡ്രസ്സും കൂടെ. ഇനി ഡ്രസ്സ് കുറെ വരാനുണ്ട് അതിനകത്തേക്ക്. മമ്മിയുടെ എല്ലാം ഒന്നും ആയിട്ടില്ല. കാരണം നമ്മള് അവസാന സമയം ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ബാക്കിയുള്ളവരുടെ ഡ്രസ്സുകൾ നമുക്ക് നേരത്തെ എടുത്തു വെക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. അതിവിടെ വലിയൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതെ, മമ്മിയുടെ കുറച്ച് നൈറ്റി ഉണ്ട്. 2 നൈറ്റി മമ്മിയുടെ തയ്ച്ചോണ്ടിരിക്കുവാണ്, വർക്കിലാണ്. അപ്പൊ 2 കുറച്ച് നൈറ്റിയും പാവാടയും തോർത്തൊക്കെയാണ് മമ്മിയുടെ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ തന്നെ നമ്മളൊരു വലിയ ബ്ലാങ്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് പുതയ്ക്കണം. ബ്ലാങ്കറ്റ് ഇല്ലാതെ കിടക്കത്തേ ഇല്ല. അതായത് നേരത്തൊരു കട്ടിയുള്ള സാധനം കിടന്നാലേ ഉറങ്ങത്തുള്ളൂ. അപ്പൊ ഇച്ചാന് മാത്രമായിട്ടാട്ടോ ആ ബ്ലാങ്കറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത്. ബാക്കി നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ബെഡ്ഷീറ്റും പിന്നെ പുതപ്പൊക്കെ കിട്ടും. എന്നാലും ഇച്ചാന് അത് പറ്റത്തില്ല. കാരണം ഈ ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിപ്പം കുറവാണ്. നമുക്ക് കൊണ്ടുവന്ന് വാഷിംഗ് മെഷീനിലിട്ട് അലക്കി എടുക്കാൻ പറ്റും. എന്തായാലും ഇന്നിപ്പോ ഇവിടെ എടുത്ത് പെട്ടിക്കാത്തിരുന്ന സാധനമാണ്. കാരണം ഞാൻ 5 വർഷം കുവൈറ്റില് അതിനകത്ത് എനിക്ക് അവിടുന്ന് കമ്പനി എനിക്ക് തന്ന ബ്ലാങ്കറ്റാണ്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നതാ, കഴുകി ഇവിടെ. അതെ, അതിൽ വെക്കുമ്പോ തന്നെ അതെ, ആ പെട്ടിക്കകത്ത് കൊള്ളുമെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. കൊള്ളാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ആദ്യയുടെ മമ്മിയുടെയും കൂടെ വെക്കുമ്പോഴത്തേക്കും അത് എനിക്ക് വെക്കാൻ ശരിക്കും എൻ്റെ ഡ്രസ്സുകൾ ഒരുപാടുണ്ടോ. എനിക്ക് ഡ്രസ്സ് കാരണം അന്നന്ന് ഓരോ ഡ്രസ്സ് എനിക്ക് മസ്റ്റാ. ഇപ്പോഴാണ് പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്, വെള്ളം ചാടുന്നു. അത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. തികഞ്ഞില്ലേ, അടുത്ത ബാഗ് എടുക്കേണ്ടി വരും ഉറപ്പായിട്ടും. ഇനിയുള്ളത് ഫ്ലാസ്ക്. അതെ, ഇവിടെ കൂട്ടിയിട്ടേക്കുന്നുണ്ട്. ഇതൊക്കെ വാരി കൂട്ടി നമ്മൾ ബക്കറ്റിൽ കൂടെ ഒക്കെ കയറ്റി ഇട്ടുകൊണ്ട് പോകും കേട്ടോ. അതായത് കോട, പ്ലേറ്റ് നമ്മൾ എടുക്കുന്നില്ല. ഒരു കത്തി, അതെന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാനും ഒക്കെ എണ്ണ. ഇനി ആദ്യക്കുട്ടനെ കുളിപ്പിക്കുന്ന സോപ്പ്, ചീപ്പ്, അവന്റെ പൗഡർ, രാസാദിപ്പൊടി മുതൽ അവന്റെ ഡ്രസ്സ് എല്ലാം എടുക്കാനുണ്ട്. അവനുള്ള സാധനങ്ങളാണ് ശരിക്കും കൂടുതലായിട്ടുള്ള. കുഞ്ഞുമാവയുടെ സാധനങ്ങളെക്കാൾ കൂടുതൽ ആദ്യക്കുട്ടന്റെ സാധനങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കുള്ള പേസ്റ്റ്, ബ്രഷ് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അവനെടുക്കുന്നത് ഓരോ ജോഡി എടുത്താൽ പോലെ എല്ലാ ദിവസവും 2-3 ജോഡിയെങ്കിലും അവനെടുക്കേണ്ടി വരും. കാരണം മൂത്രമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ മാറ്റാനും പിന്നെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും. പിന്നെ അവന്റെ പാമ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ അതിനകത്ത് പാമ്പറിന്റെ എടുത്ത് ബോക്സ് എടുത്ത് വെക്കുമ്പോൾ തന്നെ ഈ പെട്ടി നിറയും. അതെ,
വലിയൊരു പാമ്പറിന്റെ ബോക്സ്, അങ്ങനെ കൊറേ സാധനങ്ങളുണ്ട് ഇനി എടുത്തു വെക്കാൻ. ശരിക്കും പറഞ്ഞത് അവസാനം എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി കാണുമ്പോഴാണ് ഇതിന്റെ ഒരു തുകയുണ്ടോ പിന്നെ ഒതുങ്ങും അപ്പോഴത്തേക്കും കുറച്ചുകൂടെ. പക്ഷേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം ഒരു പിടുത്തം കിട്ടുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ പ്രാവശ്യം ഇതിലും പ്രിപ്പയർഡ് ആയിട്ട് നേരത്തെ സാധനങ്ങളെല്ലാം ഒരു മാസം മുന്നേ സെറ്റ് ചെയ്തു. അന്നേരം പറഞ്ഞിട്ടുണ്ട് വേറെ ആരും ഇല്ലല്ലോ, ഞാനും മമ്മിയും ഉണ്ട്. ഞങ്ങളുടെ രണ്ടിന്റെ ഡ്രസ് മാത്രമേ നമ്മൾ എടുത്തു വെക്കേണ്ടുള്ളൂ. പിന്നെ കുഞ്ഞുവാവയുടെ ഡ്രസ്സും. അതെ, അതെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുമ്പോ ഇത്രയും പേരും ഉണ്ട്. ആദിക്കുട്ടന് ഉള്ള ഡ്രസ്സ് കാര്യങ്ങൾ, ആദിക്കുട്ടൻ്റെ എന്ന് പറയുന്നത് തന്നെ കുറേ ഉണ്ട് സാധനങ്ങൾ. അപ്പം അതാണ് ഒരു ഇത് കളിക്കാനൊക്കെ ഉള്ള ഇതൊക്കെ വേണമല്ലോ. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഏറ്റവും അവസാന നിമിഷമായിട്ട് നമ്മൾ ഒരു കാര്യവും ചെയ്തില്ലെന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് പ്രാന്ത് പിടിക്കുമായിരുന്നു. എങ്ങനെ എടുത്തു വെക്കും, എവിടുന്ന് തുടങ്ങി എവിടെ അവസാനിപ്പിക്കും, ഒരു പിടുത്തവും ഇല്ല. മറ്റേതൊരു കാര്യം കൂടി ഉണ്ട്, നമ്മള് ഇവിടെ മുരിക്കാശ്ശേരിയിലായതുകൊണ്ട് എന്തേലും കുറവുണ്ട് ഇവിടെ ഓടി വന്നെടുക്കാം. ഇത് ഫുള്ള് സാധനം എടുത്തിട്ട് പോയി തിരിച്ചു വരുന്നേരം വരെയുള്ള എല്ലാ സാധനങ്ങളും റെഡി. അതെ, ഇടയ്ക്ക് ഒരു സാധനം മിസ്സായി നമുക്ക് എടുക്കാൻ വരാൻ പറ്റത്തില്ല. അല്ലെ പിന്നെ അത് പുതിയത് മേടിക്കണം. ഡ്രസ്സൊക്കെ എന്ന് പറയുമ്പോ നമ്മള് മേടിക്കാൻ പോവാൻ പറ്റത്തില്ല, കാരണം അതൊക്കെ അലക്കി ഉണങ്ങി വേണമല്ലോ ഉപയോഗിക്കാൻ വേണ്ടിട്ട്. അല്ലാത്ത സാധനങ്ങളൊക്കെ മേടിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇനി ഇതിലേക്ക് കുറേ സാധനങ്ങൾ എടുക്കാനുണ്ട്. അതിനി എടുക്കാൻ നേരത്ത് നമുക്ക് വീഡിയോ എടുക്കുള്ളൂ, കാരണം ഒറ്റയടിക്ക് വീഡിയോ എടുത്ത് തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങള് ഓരോ ഘട്ടം ഘട്ടമായിട്ട് സെക്ഷനായിട്ട് ഇത്രയും ചെയ്ത് തന്നെ 2 ദിവസം കൊണ്ടാണ്, 3-ാമത്തെ ദിവസമാണ്. അതെ, ഇനിയിപ്പം എന്തായാലും അവസാന ദിവസം ഓരോരോ ദിവസങ്ങളായിട്ടാണ് എനിക്ക് വീഡിയോ എടുക്കുക. അപ്പൊ നമ്മുടെ ഡ്രസ്സുകളൊക്കെ മാറും, ചേഞ്ച് ആയിട്ട് വന്നോണ്ടിരിക്കും, കാരണം ഫുള്ളായിട്ട് എടുത്ത് തീർക്കാൻ പറ്റത്തില്ല. ഏതായാലും അവസാനം പോകുന്ന നിമിഷം ആകുമ്പോഴത്തേക്ക് ബാഗ് പാക്കിങ് പൂർത്തിയാകാൻ സാധ്യതയുള്ളൂ. അവിടെ ചെന്ന് കഴിയുമ്പോ പലതും മിസ്സായിട്ടുണ്ടാവും. അതെ അതെ. എന്തായാലും ഇതിവിടെ അവസാനിപ്പിക്കാൻ ഇനി ഇതിന്റെ ബാക്കി പിന്നെ ആയിട്ട്. അതെ, ഈ വീഡിയോയിൽ തന്നെ ഉണ്ടാവും ബാക്കി, ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ വരുന്നത്. അതെ, ലാസ്റ്റ് ഇതിന്റെ ഫൈനൽ ചെയ്തിട്ടുള്ള ലാസ്റ്റ് ഉള്ള ആ ഒരു സംഭവം നമുക്ക് 3 ബാഗാണോ ഇനി 10 ബാഗ് ഉണ്ടാവോ എന്നൊക്കെ കാണിച്ചത്. അതെ, അപ്പൊ നമുക്ക് ഇത് ഇപ്പൊ ഇവിടെ കട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇത് 2ാമത്തെ ദിവസമാണ് നമ്മുടെ പാക്കിംഗ് വീഡിയോയുടെ എടുക്കുന്നത്. 2 ദിവസം മുന്നേ, 2-3 ദിവസം മുന്നെയാണ് ആദ്യത്തെ വീഡിയോ എടുത്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം പോകാനായിട്ട് അടുത്ത് വന്നപ്പോഴത്തേക്ക്, എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല, ഫുള്ള് കംപ്ലീറ്റ് ചെയ്തൊന്നും പറയാൻ പറ്റത്തില്ല. എങ്കിലും അതിനുശേഷം കുറെ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, അതും കൂടെ കാണിക്കാം. കാരണം ലാസ്റ്റ് ഉള്ള പൊട്ടും പൊടിയെല്ലാം പെറുക്കിയിട്ടുണ്ട് പോകുന്നത്, പിന്നെ കാണിക്കാൻ പറ്റിയല്ല. കാരണം ഏറ്റവും ലാസ്റ്റ് പോകുന്ന അന്ന് പോകുന്ന നിമിഷം നമ്മൾ എടുത്ത് ഫുള്ള് കംപ്ലീറ്റ് തീരുള്ളൂ. മെയിൻ ആയിട്ട് കാണിക്കേണ്ട ഇവരുടെ 2 പേരുടെയും ഡ്രസ്സാണ് കേട്ടോ. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ സാധനങ്ങൾ ഇനിയുണ്ട് അല്ലേ, ഇഷ്ടം പോലെ ഡെയിലി യൂസ്ഡ് ഐറ്റംസ് എടുത്തു വെക്കാനുണ്ട്. അത് നമുക്ക് അന്നത്തെ ദിവസം രാവിലെ മാത്രം എടുത്തു വെക്കാൻ പറ്റും. ഇവളുടെ പോലെ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഇനിയും വരാൻ കിടക്കുകയാണ്. അതൊക്കെ ഈ മഴ തലക്കി ഉണങ്ങി എങ്ങനെ കൊണ്ടുപോകും നോക്കുന്നത് കേട്ടോ. നേരത്തെ ഓർഡർ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ നമുക്ക് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവര് പറഞ്ഞു തന്നിട്ടാണ് ആ സാധനം ഓർഡർ ചെയ്തേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു. അപ്പൊ നമ്മളിത് 2-3 ബക്കറ്റും 3 ബക്കറ്റും പിന്നെ ഇതൊക്കെ നമ്മൾ കാണിച്ചതാണ്. ഈ ബാഗിനകത്ത് കുറെ സാധനങ്ങളോട് വീണ്ടും കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുമാവയുടെ കംപ്ലീറ്റ് ആയി, അത് മാത്രം ഫുള്ളായിട്ടുണ്ട്. ഇനി ഒരു സാധനം അതിനകത്തേക്ക് വേണ്ട. അതെല്ലാം വൃത്തിയായിട്ട് അലക്കി ഉണങ്ങി, കാരണം കൃത്യസമയത്ത് വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെരുമഴക്കാലം നമ്മുടെ ആദ്യം ഉണ്ടായ അതേപോലെ തന്നെയുണ്ട്, ഒരു മാറ്റമില്ല കേട്ടോ. ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നു, കൃത്യസമയമാകുമ്പോൾ പെരുമഴ ആയിരിക്കും. നമുക്ക് അതാണ് ഈ ഒരു ടാസ്ക്. ഉപയോഗിച്ച സാധനം ഉണക്കണമെങ്കിൽ നമുക്ക് നടക്കപ്പെടിയുള്ള കാര്യമല്ലെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു വലിയ പാമ്പർ ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിനുള്ളതാണ്. പിന്നെ കമ്പിളി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ആർക്കെങ്കിലുമൊക്കെ പുതയ്ക്കാനൊക്കെയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെട്ടിക്കകത്ത് ഒരു സാധനം അന്ന് നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ ഏതാണ്ട് ഈ പെട്ടി നിറച്ച് കുറെ ഒരു 3/4 ഭാഗം സാധനങ്ങളായിട്ടുണ്ട്. ആദിക്കുഞ്ഞിന്റെ സാധനങ്ങള്, മമ്മിയുടെ സാധനങ്ങള്, പിന്നെ എന്റെ 1-2 സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ കുറെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഉണ്ട്. പിന്നെ ആശുപത്രിയിൽ പോയി അടകെട്ടാണോ വള്ളി എടുത്ത് വെച്ചേക്കോളൂ. അതല്ല, ഞാൻ ഈ തോർത്ത് വിരിച്ചിടാൻ വേണ്ടിട്ടേ ബാത്റൂമില് ചിലപ്പോഴുള്ള ജീർണം കാണുമായിരിക്കും. ഒരു കുഴപ്പമില്ല, നല്ല കാര്യം. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇനി കാണും കേട്ടോ, ഒരുപാട് എടുത്തു വെക്കാനുണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉണ്ട് നമ്മുടെ വണ്ടിക്ക് അത് കൊള്ളു ചേരാത്ത പോലെ സാധനങ്ങളായിട്ടുണ്ട്. ഈ ഒരു പെട്ടി വെക്കുമ്പോൾ തന്നെ ബാക്ക് സൈഡ് ഫുള്ളാവും. പിന്നെ ബാക്കിയൊക്കെ ഉള്ള എവിടെ വെക്കുമെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ അടുത്ത് ഒരാളും കൂടി ഉണ്ട്, ഞങ്ങൾ കൂടാതെ ഒരാളും കൂടി ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. നമുക്ക് 4 പേര്
ഇരിക്കുമ്പോ തന്നെ സീറ്റ് ഫുൾ ആവും. പിന്നെ സാധനങ്ങള് ബാക്കിലെ ഡിക്കിലെ വെക്കാൻ കാരണം ഇവള് വണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ പിന്നെ അവിടെ ആർക്കും പോകാൻ പറ്റത്തില്ല. പിന്നെ ആദ്യം ഞാനും മമ്മി ഒരാളും കൂടെ, അപ്പോഴത്തേക്കും 4 പേര് ബാക്കിലായി. കുഞ്ഞു വണ്ടിയല്ലേ, അപ്പൊ ഇവിടെ കൂടി സാധനം ശരിക്കും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ സാധനം വെക്കാൻ ഇടയില്ല. സത്യം പറഞ്ഞ സാധനം വെക്കാൻ ഇടയില്ല. എങ്ങനെ ഇരിക്കുമല്ലേ ഓരോരുത്തർ കയ്യിലും തലയിലൊക്കെ വെച്ചോണ്ടിരിക്കുന്നത്. എന്നാലും ഇത് കൊള്ളണ്ടേ. പെട്ടി ബാഗി 2 പെട്ടി നിന്റെ അങ്ങോട്ട് തരും ഫ്രണ്ടിലോട്ട്. അപ്പൊ നമുക്ക് അങ്ങനെയാണ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതെല്ലാം അടിപൊളിയായിട്ട്. പിന്നെ ഇത് ഇപ്പൊ അടുക്കി വെച്ചേക്കുന്നോണ്ട് ഒതുക്കമുണ്ട്. നീ ഇതെല്ലാം കൂടെ അലമ്പായി ഇത് നമ്മള് യൂസ് ചെയ്ത് കഴിയുമ്പോ പിന്നെ അലക്കാനുള്ള സാധനങ്ങളായി. അതെ, അത് വേറെ സെപ്പറേറ്റ് അടുത്ത ബാഗിൽ കയറ്റണം. അപ്പൊ അതിന് വേണ്ടി ഒരു ബാഗ് എടുക്കണം കേട്ടോ. ഈ സാധനങ്ങൾ കവറല്ലേ, വലിയ കവർ 2 വേണ്ടി ഭയങ്കര ടെൻഷൻ അയച്ചാൽ എന്താ കാണിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ. അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ്സ് ഒക്കെ താഴോട്ട് അറിയിക്കുക. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഉണ്ടാവും. എന്തെങ്കിലും വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റിൽ അറിയിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ? അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. എല്ലാവർക്കും ബൈ.